കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ച് കണ്ണൻ ഗോപിനാഥൻ. കേന്ദ്ര സർക്കാർ നയങ്ങളിൽ പ്രതിഷേധിച്ച് രാജിവെച്ച IAS ഉദ്യോഗസ്ഥനാണ് കണ്ണൻ ഗോപിനാഥൻ. AICC ആസ്ഥാനത്തെത്തിയാണ് അംഗത്വം സ്വീകരിച്ചത്. ജമ്മു കശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയതിന് പിന്നാലെ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ പ്രതിഷേധിച്ചാണ് കണ്ണൻ ഗോപിനാഥൻ രാജിവെച്ചത്. मैं उस वक्त भी इस बात को क्लियर रखा था कि 370 हटाना है नहीं हटाना है वो एक सरकार का निर्णय हो सकता है, पर उसके बाद अगर एक पूरा प्रदेश को आप ये निर्णय करते हैं कि हम उसको बंद कर देंगे, जिस तरीके से वहां के सारे लीडर्स को, MP को, मान लीजिए ये बात दिल्ली में होता है कि जितनी जर्नलिस्ट है, जितनी MP है, जितने एक CM है, उन सबको जेल डाल दिया जाए, यहाँ की ट्रांसपोर्टेशन बंद किया जाए, यहाँ की टेलीफोन बंद किया जाए, यहाँ की സൈത്ത് വിവരങ്ങൾ പങ്കുവെക്കും. സൈത്ത്, കോൺഗ്രസിലേക്ക് എത്തുന്ന മറ്റൊരു IAS-കാരൻ, അതും കേന്ദ്ര സർക്കാരുമായി കലഹിച്ച് സർവീസിൽ നിന്ന് രാജിവെച്ച ഒരു വ്യക്തിത്വം, വലിയൊരു പ്രതീക്ഷയാകും കോൺഗ്രസിന് ഒരു പക്ഷേ. കണ്ണൻ ഗോപിനാഥനാണ് കോൺഗ്രസിലേക്ക് ചേരുന്നത്. AICC ആസ്ഥാനത്തെത്തിയാണ് കണ്ണൻ ഗോപിനാഥൻ അംഗത്വം സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായിരിക്കും നിങ്ങളുടെ പ്ലാറ്റ്ഫോം? ഏതായിരിക്കും? നാഷണൽ തലത്തിലായിരിക്കുമോ, കേരളത്തിലായിരിക്കുമോ, അങ്ങനെ എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടോ? ഓക്കെ, ഞാൻ കേരളത്തിലാണ് പഠിച്ചു വന്നത് 12 വരെ. പക്ഷെ അത് കഴിഞ്ഞിട്ട് ജാർഖണ്ഡിലാണ് എഞ്ചിനീയറിംഗ് ചെയ്തത്. ജാർഖണ്ഡ് BIT മെസ്ര അവിടുന്ന് എഞ്ചിനീയറിംഗ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് വർക്ക് ചെയ്തത് നോയിഡയിലാണ്. നോയിഡയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞ് കല്യാണം കഴിച്ചിരിക്കുന്നത് ഹരിയാനയിൽ നിന്നാണ്. മത്ലബ് ഹരിയാന. അത് കഴിഞ്ഞ് ജോലി ചെയ്തത് മിസോറമിലാണ്, ഡൽഹിയിലും മിസോറമിലുമാണ്, നോർത്ത് ഈസ്റ്റിലും. പിന്നെ അത് കഴിഞ്ഞ് വർക്ക് ചെയ്തത് സിൽവാസ, ഗുജറാത്ത്, ആ ഏരിയയിലാണ്. അവിടെ നിന്നാണ് രാജിവെച്ചിരിക്കുന്നത്. ഇപ്പൊ താമസിക്കുന്നത് മഹാരാഷ്ട്രയിലാണ്. എന്തുകൊണ്ടാണ് കോൺഗ്രസ് സെലക്ട് ചെയ്തത്? എന്തുകൊണ്ടാണ് കോൺഗ്രസ് സെലക്ട് ചെയ്തത്? വളരെ ഇത് പൗരന്മാരുടെ പാർട്ടി ആയതുകൊണ്ടാണ്. അതായത് പ്രജയിൽ നിന്നും പൗരനിലേക്ക് എന്നുള്ളൊരു യാത്ര ഇന്ത്യയെ ആരംഭിച്ചത് സ്വാതന്ത്ര്യത്തിന് ശേഷം, ആ സ്വാതന്ത്ര്യ സമരത്തിന് അനുബന്ധിച്ചിട്ടാണ്. അത് കഴിഞ്ഞിട്ട് പ്രജയിൽ നിന്നും പൗരനിലേക്ക് എന്നുള്ളതിൽ മാറി വീണ്ടും സർക്കാർ തരുന്നത് മേടിച്ച് ശബ്ദമില്ലാതെ ആൾക്കാരാവുക എന്ന് മാറാതെ തിരിച്ച് വീണ്ടും പ്രജകളാക്കി മാറുന്ന ഒരു യാത്രയിലോട്ട് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ആ തിരിച്ചുള്ള യാത്ര എത്രയും പെട്ടെന്ന് നമ്മൾ നിർത്തുകയും തിരിച്ച് പൗരന്മാരാകാനുള്ള യാത്രയിലെ ഏറ്റവും ഉചിതമായ പാർട്ടി കോൺഗ്രസ് പാർട്ടിയാണെന്നുള്ള ഉച്ചബോധ്യമുള്ളതുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടിയിൽ ജോയിൻ ചെയ്യുന്നത്. ഈ പ്രവർത്തന മേഖല കേരളമായിരിക്കുമോ അതോ ദേശീയ തലത്തിൽ മൊത്തത്തിലായിരിക്കുമോ? ഇല്ല, അത് പാർട്ടി തീരുമാനിക്കുന്നതനുസരിച്ചിരിക്കും. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ വരാൻ പോകുന്ന സമയമാണ്. അതെ, പക്ഷെ പാർട്ടി തീരുമാനിച്ചനുസരിച്ചിരിക്കും. കാര്യം ഞാൻ ഇന്ന് ജോയിൻ ചെയ്തേ ഉള്ളൂ. അതുകൊണ്ട് എന്താണ് റോൾ, എനിക്കുള്ള റോൾ എന്നുള്ള കാര്യം എനിക്ക് ക്ലാരിറ്റി ഇല്ല. ഐ വിൽ जस्ट टेल कि जैसे मैं केरला से हूँ पर पढ़ाई किया झारखंड में और नोएडा में काम किया. उसके बाद वहाँ पे कहीं NGO में, जुग्गी में, एक मोटरोला सेमीकंडक्टर कंपनी में काम किया. शादी किया हरियाणा से और उसके बाद मिजोरम में काम किया 3 साल, मिजो सीखे. उसके बाद सिलवासा में रहा और अभी पुणे में रहता हूँ, महाराष्ट्र में. तो सवाल ये था कि സൈത്ത്, കണ്ണൻ ഗോപിനാഥൻ മാധ്യമങ്ങളെ കാണുകയാണ്. തന്റെ പ്രവർത്തന മേഖല കേരളമായിരിക്കുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല, പാർട്ടി തീരുമാനിക്കുമെന്ന് പറയുന്നു. എന്താണ് കോൺഗ്രസ് പ്രതീക്ഷിക്കേണ്ടത് കണ്ണൻ ഗോപിനാഥനെ പോലെ ഒരു കേന്ദ്ര സർക്കാരുമായി കലഹിച്ച് വരുന്ന ഒരു ഉദ്യോഗസ്ഥനിൽ നിന്ന്? രഞ്ജിത്ത്, കണ്ണൻ ഗോപിനാഥൻ ഒരു മികച്ച ക്യാച്ചാണ് കോൺഗ്രസിനെ സംബന്ധിച്ച്. കാരണം കേന്ദ്ര സർക്കാരിനെ വെല്ലുവിളിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് BJP സർക്കാരിനെ, നരേന്ദ്രമോദിയെ വെല്ലുവിളിച്ചുകൊണ്ട് IAS പദവി ഉപേക്ഷിച്ച വ്യക്തിയാണ് കണ്ണൻ ഗോപിനാഥൻ. അതുകൊണ്ട് തന്നെ ആ വ്യക്തി അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് പറ്റിയ പാർട്ടി കോൺഗ്രസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിലേക്ക് വരുന്നത് തീർച്ചയായും അവർക്ക് നേട്ടമാണ്. ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിന് വിവിധ സംസ്ഥാനങ്ങളിൽ ഒരുക്കങ്ങൾ നടക്കുന്നതിനിടയിൽ കോൺഗ്രസിന് ദേശീയ തലത്തിൽ ഉയർത്തിക്കാട്ടാൻ കഴിയുന്ന ഒരു വലിയ രാഷ്ട്രീയ നീക്കം കൂടിയാണ് കണ്ണൻ ഗോപിനാഥൻ്റെ കോൺഗ്രസ് പ്രവേശനം. അക്കാര്യത്തിൽ തർക്കമില്ല. അല്പസമയം മുമ്പാണ് AICC ആസ്ഥാനത്ത് അദ്ദേഹത്തിന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അദ്ദേഹത്തിന് ഷാളണിയിച്ച് അംഗത്വം നൽകി പാർട്ടിയിലേക്ക് സ്വീകരിച്ചത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. അദ്ദേഹം കേരളത്തിലാണ് ആദ്യകാല വിദ്യാഭ്യാസം, ജനിച്ചത് കേരളത്തിലാണ്, പിന്നീട് ആദ്യകാല വിദ്യാഭ്യാസം കേരളത്തിലാണ്, പിന്നീട് മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി
അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലകൾ അങ്ങനെയായിരിക്കും. എന്തായാലും അദ്ദേഹം കേരളത്തിലെ കോൺഗ്രസിനും ഒരു സാധ്യത നൽകുന്ന വ്യക്തി കൂടിയാണ്. കാരണം മലയാളികൾ ആണ് എന്ന സാധ്യത കൂടി കണ്ട് ഒപ്പം ഈ കണ്ണൻ ഗോപിനാഥിൻ്റെ രാഷ്ട്രീയ നീക്കങ്ങൾ നോക്കുമ്പോൾ നമുക്കറിയാം കശ്മീരിന് പ്രത്യേക പദവി നൽകിയതുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായ പദവി നിഷേധിച്ചതിനെ തുടർന്ന് അവിടെ ഉണ്ടായ വലിയ നിയന്ത്രണങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ടാണ് കണ്ണൻ ഗോപിനാഥൻ അദ്ദേഹം കേന്ദ്ര സർക്കാരിനെതിരെ രംഗത്ത് വരികയും വലിയ രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുകയും ഒടുവിൽ IAS പദവി ഉപേക്ഷിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തത്. കേന്ദ്ര സർക്കാരും അദ്ദേഹത്തിനെതിരെ നിയമനീക്കങ്ങൾ നടത്തിയിരുന്നു. ദാദ്രെ ഹവാലിയിലെ ഊർജ്ജ സെക്രട്ടറി പദവിയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. ആ പദവി വലിച്ചെറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സിവിൽ സർവീസിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്നത്. എന്തായാലും ഇതൊരു പുതിയ രാഷ്ട്രീയ നീക്കമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറെ പ്രതീക്ഷ നൽകുന്ന, മുന്നോട്ട് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന, BJPക്ക് ബദലായ ഒരു രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്ന രാഷ്ട്രീയ നീക്കമാണ് കണ്ണൻ ഗോപിനാഥൻ്റെ പ്രവേശനം. ഇത്തരത്തിൽ സിവിൽ സർവീസ് ഉപേക്ഷിക്കുന്ന, കേന്ദ്ര സർക്കാരിനെ വെല്ലുവിളിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് തങ്ങളുടെ പാർട്ടിയിൽ ഇടമുണ്ട് എന്നൊരു സന്ദേശം കൂടിയാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. ശരി സൈത്ത്.